കലാഭവൻ മണി സേവന സമിതി സംഘടിപ്പിക്കുന്ന കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് 2019 അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയായ ജനുവരി 1 കളത്തിൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് 2019 രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ കാണുവാൻ പോകുന്നത്. അടുത്തതായി മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡാണ്. അവാർഡ് സമർപ്പിക്കുന്നത് ശ്രീ സന്തോഷ് കുരുവിളയ്ക്കാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ഷെറിൻ റേച്ചൽ സന്തോഷ് ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. മികച്ച ചിത്രമായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് അദ്ദേഹം നിർമ്മിച്ചത്. മറ്റു ചിത്രങ്ങൾ ദാതടിയ, ഗാങ്സ്റ്റർ, മനീഷിന്റെ പ്രതികാരം, മായാനദി, നീരാളി, നിമിൽ, ആർക്കറിയാം, കൂടാതെ കുഞ്ഞാണി മരക്കാരുടെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം. ഇത് കൂടാതെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഷെറിൻ മറ്റൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചാക്കോച്ചനെ ലീഡ് റോളിലാക്കി. ഷെറിൻ, വി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ഷെറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We invite Prachi Tellan to please give away her award. എൻ്റെ ഗ്രാജുവേറ്റ്ലി ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. He was very proud of this film and as you've all heard that I am going to be part of the film industry soon and I really hope to meet all of you again and make movies with all of you and thank you so much for giving this award. It means a lot to us. കലാഭവൻ മണി മലയാളത്തിൽ എന്ന പോലെ തമിഴിലും അഭിനയിച്ച ശ്രദ്ധ നേടിയ ഒരു നടനാണ്. ആയതുകൊണ്ട് തന്നെ തമിഴിൽ നിന്നും 2 നടന്മാരെ നമ്മൾ ഈ അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അവാർഡ് മികച്ച തമിഴ് നടനുള്ളതാണ്. ശ്രീ നരേനാണ് ഈ അവാർഡിന് അർഹനായിരിക്കുന്നത്. കൈദി എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിനാണ് നരേൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അവാർഡ് നൽകാൻ ശ്രീ അഞ്ജു അഷ്റഫിനെയും ഉമ്മർ നിസാറിനെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കലാഭവൻ മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു മെമ്മോറിയൽ അവാർഡ് നടത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഏറെ സന്തോഷം. എനിക്ക് ഈ അവാർഡ് തമിഴ് സിനിമയായ കൈദിക്കാണ്, കൈദിയിലെ ബെസ്റ്റ് ആക്ടറായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയും ഒരു നടനുമാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു സദസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സദസ്സിൽ 100 പേരുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യു ക്യാൻ റെപ്രസെൻറ്റ് 100 പീപ്പിൾ. അത്രയും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മണിച്ചേട്ടൻ, അത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു 3-4 സിനിമകൾ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ്, അത് മനസ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ, അതും ഈ കൈദിക്ക് ശേഷം, ആക്ച്വലി ഈ വർഷം നമുക്കറിയാം കോവിഡ് കാരണം പല ഫങ്ഷൻസും നടന്നില്ല. അപ്പോൾ കൈദിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന അവാർഡ് ആക്ച്വലി മണിച്ചേട്ടൻ്റെ ഈ മെമ്മോറിയൽ അവാർഡാണ്. അത് ആക്ച്വലി ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ഈ അവാർഡും അത് അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഓർക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു മെമ്മോറിയൽ അവാർഡ് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇത് ഒരു സ്പെഷ്യൽ അവാർഡാണ്. കാരണം ഇങ്ങനെ ഒരു സമയത്ത് നമുക്കറിയാം, ഒരു ഫങ്ഷൻ ഇല്ലാതെ, ഫങ്ഷൻസും നടത്താൻ പറ്റാതെ തന്നെ, എന്നാൽ ഇത് സംഘാടകർ ഇതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഈ അവാർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് എൻ്റെ മനസ്സിൽ കലാഭവൻ ചേട്ടൻ്റെ ഈ മെമ്മോറിയൽ അവാർഡ് ഒരു വളരെ പ്രസ്റ്റീജിയസ് അവാർഡായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. മികച്ച കഥാകൃത്തിനുള്ള അവാർഡാണ്. അത് സ്വീകരിക്കുവാനായി ശ്രീ CV ഹരീന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അവാർഡ് സമർപ്പിക്കുവാൻ ശ്രീ ജോഷി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥ നെഹ്റു ട്രോഫിയും പുത്തൻ ചുണ്ടനും സഹദേവന്റെ ട്രാൻസിസ്റ്റർ റേഡിയോവുമാണ് അവാർഡിന് അർഹമായത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കലാഭവൻ മണിയുടെ പേരുള്ള ഈ അവാർഡ് മികച്ച കഥാകൃത്ത് എന്ന രീതിയിൽ എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടറായ ശ്രീ ജോഷി സാറിൽ നിന്നും അദ്ദേഹത്തിന്റെ മൂർഖൻ മുതൽ ഏറ്റവും ഇപ്പൊ ലാസ്റ്റ് റിലീസ് ചെയ്ത പൊരിഞ്ചു മറിയം, ആ സിനിമ വരെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ പോലും അദ്ദേഹത്തിൻ്റെത് ഞാൻ കാണാതെ വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ്. കലാഭവൻ മണി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഈ കഥയുമായിട്ട് ഒരു ചെറിയ ബന്ധം അദ്ദേഹത്തിനുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ കഥ ജലോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. അത് ആ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. നെഹ്റു ട്രോഫിയും പുത്തൻ ചൂണ്ടനും സഹദേവന്റെ ട്രാൻസിസ്റ്റർ റേഡിയോ, അതാണ് എൻ്റെ കഥയുടെ പേര്. ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട് കാരിച്ചാൽ എന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അവിടുത്തെ കാരിച്ചാൽ എന്ന് പറയുന്ന ചുണ്ടനെ പറ്റി ഇവിടെ ഇരിക്കുന്നതിൽ പലരും കേട്ടിട്ടുണ്ടാകും. ആ ചുണ്ടന്റെ നെഹ്റു ട്രോഫിക്ക് പലരും സ്പോൺസർ ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഒരു വർഷം കലാഭവൻ മണിയാണ് എൻ്റെ നാട്ടിലെ ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ സ്പോൺസർ ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം ആ ചുണ്ടൻ വെള്ളത്തിൽ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചുണ്ടൻ വെള്ളവുമായിട്ട് എൻ്റെ കഥയ്ക്കും അദ്ദേഹത്തിനും ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ അവാർഡ് കിട്ടുമ്പോൾ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പറയാനുള്ളത്. ഈ അവാർഡ് നൽകി എനിക്ക് ഒരു നല്ല കഥാകൃത്ത് എന്നുള്ള അവസരം എല്ലാവരുടെയും മുമ്പിൽ ഒരുക്കി തന്ന ഈ അവാർഡ് കമ്മിറ്റിക്ക് ഞാൻ പ്രത്യേകിച്ച് ഇസ്മായിലിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. നന്ദി ശ്രീ സി വി ഹരീന്ദ്രൻ സർ. അടുത്തതായി മികച്ച സഹനടിക്കുള്ള പുരസ്കാരമാണ്. നമ്മുടെ എല്ലാം വീട്ടിലെ ഒരാളെ പോലെ കെട്ടിയുള്ളാണ് മാലാഖയിലൂടെ നമുക്കിടയിൽ എത്തിയ ഒരാളുണ്ട്, ശ്രീ സ്മിനു സിജോ. കെട്ടിയുള്ളാണ് മാലാഖയിലെ അവരുടെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് കലാഭവൻ മണി മെമ്മോറിയൽ 2019 അവാർഡ് സമർപ്പിക്കുന്നു. അവാർഡ് സമർപ്പിക്കുവാനായി വി ഇൻവൈറ്റ് പ്രാച്ചി കേരള. അവാർഡ് സ്വീകരിക്കുവാനായി ശ്രീ സ്മിനു സിജോയെ ഇൻവൈറ്റ് ചെയ്യുന്നു. കെട്ടിയോളാന്റെ മാലാഖയിലെ സഹനടിക്കുള്ള അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കലാഭവൻ മണി പുരസ്കാര അവാർഡിലേക്ക് എന്നെ വിളിച്ച ഇസ്മായിലിനോടും പിന്നെ എന്നെ അന്നേച്ചി എന്ന കഥാപാത്രത്തെ അന്നേച്ചിയാക്കി മാറ്റിയ നിസാം, ഞങ്ങളുടെ അവിടെ ഇരിപ്പുണ്ട്. നിസാമിനോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചു. മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡാണ്. അത് മറ്റാർക്കുമല്ല, കെട്ടിയോളാണ് മാലാഖ എന്ന ചിത്രവുമായി നമുക്ക് മുന്നിൽ എത്തിയ ശ്രീ നിസാം ബഷീർ. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ നിസാം ബഷീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സമർപ്പിക്കുന്നതിനായി ജീൻസ് ജോസഫ് മൊബൈൽ ലാബ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പടത്തിന് തന്നെ കിട്ടിയത് അതിലും വളരെ സന്തോഷം. എല്ലാവരും സിനിമ സ്വീകരിച്ചതിലും സിനിമ ഇതിലേക്ക് പരിഗണിച്ചതിലും എല്ലാവരും അതിൻ്റെ കൂടെ നിന്നാലും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചത് മനസ്സിലാക്കിയെന്നും എന്നെ ബോധ്യപ്പെടുത്തതിലും
എല്ലാവരോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. സംഘാടകർക്കും നന്ദി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മറ്റനേകം അവാർഡിലേക്കുള്ള ഒരു സഞ്ചാരമാവട്ടെ. അടുത്തതായി മികച്ച ബാലതാരത്തിനുള്ള അവാർഡാണ്. മികച്ച ബാലനടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ അച്യുതനെയാണ്. അച്യുതൻ വി നായർ. അച്യുതനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. To give away this award, we invite Rakshi to the stage. എല്ലാവർക്കും നമസ്കാരം. മണിച്ചേട്ടൻ്റെ ജന്മദിനമായ ഇന്ന് മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെയും അമ്മക്കും സിനിമയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന കളരിയിൽ നടത്തിയ ഓഡീഷനിലൂടെയാണ്. ചെറുപ്പത്തിൽ ഞാൻ മണിച്ചേട്ടൻ്റെ നാടുപാട്ടുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മണിച്ചേട്ടനെ നേരിട്ട് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം മണിച്ചേട്ടൻ്റെ ജീവിതം സിനിമയാക്കിയത് ഞങ്ങൾ കണ്ടു. ഇപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. മഹാത്മാക്കളുടെ വാക്കുകൾ പോലെ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ കടന്നു വന്ന വഴികളൊന്നും മറന്നു പോകരുത് എന്ന് അർത്ഥവത്താക്കിയ മനുഷ്യരുടെ ആത്മാവിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ അവാർഡ് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മികച്ച ഹാസ്യ നടനുള്ള അവാർഡാണ്. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ സൂരജ് പോപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുമ്പളങ്ങി നൈറ്റ്സിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിനാണ് അവാർഡ്. അവാർഡ് സമർപ്പിക്കുന്നതിനായി ആന്റണി ആൻഡ് വർഗീസ്, യവന ക്രാബ്സ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു അവാർഡ് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. മണിച്ചേട്ടൻ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഞാൻ കലാവാണ്ട് ഒരു ആർട്ടിസ്റ്റായിരുന്നു. എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ കളിച്ചിട്ടുണ്ട് ഡാൻസ്. അപ്പോഴത്തേക്കും നന്ദി, നമസ്കാരം. മിസ്റ്റിക് കോച്ച് പ്രിയ ശിവദാസിനുള്ള അവാർഡാണ്. അവാർഡ് സ്വീകരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സമർപ്പിക്കുവാനായി വി ഇൻവൈറ്റ് പ്രാചി ടേലർ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അവാർഡ് വാങ്ങിച്ചു പോയതെല്ലാം കലാകാരന്മാരാണ്. എനിക്ക് I'm humbled to be in the presence of such wonderful people, and I sincerely thank my parents, everybody, but I think I should thank Ismailika deep from my heart. He's a wonderful human, more than an organizer. I feel blessed to know him, and in this occasion of Happy New Year, I think ഇങ്ങനൊരു അവാർഡ് ഇത്രയും നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു ബർത്ത്ഡേക്ക് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്, ആൻഡ് ഐ ഫീൽ പ്രിവിലേജ്ഡ് ടു ബി in the group of such wonderful people. Thank you and Happy New Year to you all, and Ismailika and the team, thank you so much. Thanks Prachi, thanks. മാത്രമല്ല ഡാൻസറാണ്, ആങ്കറാണ്, സിംഗറാണ്, അങ്ങനെ പല യോഗ കോച്ചാണ്, അങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തതായി നമ്മൾ അവാർഡ് സമർപ്പിക്കുന്നത് വിനോദ് കോവൂരിനാണ്. മറിമായം എന്ന അദ്ദേഹത്തിന്റെ പരമ്പരയിലെ അവതരണത്തിന് അവാർഡ് സ്വീകരിക്കുവാനായി വിനോദ് കോവൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സമർപ്പിക്കുവാൻ കളത്തിൽ റിസോർട്ടിന്റെ പ്രതിനിധി KS അഭിജിത് ബാലൻ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ നിമിഷമാണ്. 2021 പിറക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കയ്യിൽ വരിക, ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേരുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ചൊരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. ഞാനുമായിട്ട് എന്നെ കലാഭവനിൽ എത്തിക്കാൻ
ഒരുപാട് ശ്രമം നടത്തിയിരുന്നു മണിച്ചേട്ടൻ. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു മണിച്ചേട്ടൻ. ഒരുപാട് വേദികൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുണ്ട്. ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഇത്രയും നേരത്തെ ലോകം വിട്ടു പോകരുതായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ അടുത്ത് ചില ആളുകൾ സാമ്പത്തിക സഹായത്തിനൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോഴാണ് മണിച്ചേട്ടൻ്റെ വില മനസ്സിലാക്കുക. പണ്ട് പലപ്പോഴും എൻ്റെ അടുത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്കാണ് വിടാറ്. മണിച്ചേട്ടൻ വളരെ സൗമ്യനായിട്ട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്നു. പിന്നെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ തിരികൊളുത്തിയ ഒരു വ്യക്തിയായിരുന്നു മണിച്ചേട്ടൻ. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മളെ രസിപ്പിക്കുകയും ചെയ്ത മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുകയാണ്. പ്രസാദേട്ടനൊക്കെ മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കലാഭവൻ മണി എന്നാണ്, വെറും മണി എന്ന് പറയാറില്ല. വലിയ ബന്ധമാണ്. എന്തായാലും ഇങ്ങനൊരു ദിവസം വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളെങ്കിലും ഈ ഒരു ചടങ്ങിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഇസ്മായിലിക്കോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് വിദ്യാർത്ഥികളുള്ള മറിമായം എന്ന പരിപാടിയിൽ മൊയ്തുമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. സിനിമയിലൊക്കെ ശേഷം ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായി മാറി മറിമായത്തിൽ ആദ്യമായിട്ട് മറിമായത്തിലേക്ക് എന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടർ ആദ്യമായിട്ട് ക്യാമറ വെച്ചതും എൻ്റെ മുഖത്താണ്. ഇപ്പോൾ 10 വർഷമായിട്ട് മറിമായത്തിൽ മൊയ്തുമായിട്ട് ഇനി കെട്ടാൻ വേഷങ്ങളൊന്നും ബാക്കിയില്ല. ഇനി പ്രധാനമന്ത്രിയുടെയും ഒരു കപ്പിത്താൻ്റെയൊക്കെ വേഷം മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വേഷങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാത്രി മറിമായമുണ്ട്. കാരണം മണിച്ചേട്ടൻ ഏത് വേദിയിൽ പോയി മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. സ്വർഗത്തിലിരുന്ന് മണിച്ചേട്ടൻ ഒരു പക്ഷേ ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ടാവാം. മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2 വരി ഞാനൊന്ന് പാടുകയാണ്. തെക്കേ പത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. കാര്യം ചക്ക നല്ലതാണോപ്പേ, അമ്മക്കും നീ വലിയതല്ലോപ്പേ. മറ്റാർക്കും നീ ഗതികേട് വരുത്തല്ല പൊന്നേ. അമ്മയുടെ തങ്കക്കൂടമേ നീ എവിടെ? അച്ഛനല്ലതാ വർണ്ണുണ്ണേ, പൊന്നുണ്ണേ നീ കണ്ണു തുറക്ക്. ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നേ. എന്തു കീടപ്പാണമ്മയ്ക്ക് കണ്ടൂടാ. ഓർമ്മകൾ ഒരുപാടാണ് മണിച്ചേട്ടൻ്റെ. എന്നും എത്ര കാലം കഴിഞ്ഞാൽ മണിച്ചേട്ടൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അടുത്ത വർഷത്തെ അവാർഡ് ദാനവും ഗംഭീരമാവട്ടെ. ഒരുപാട് പുതിയ ആളുകൾക്കൊക്കെ അവാർഡുകൾ കിട്ടട്ടെ. ഇന്ന് അവാർഡ് ഇവിടെ നേടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. മണിച്ചേട്ടൻ്റെ പ്രോഗ്രാം ആകുമ്പോൾ നാടൻപാടില്ലാതെ കംപ്ലീറ്റ് ആകില്ലായിരുന്നു. താങ്ക് യു ശ്രീ വിനോദ് പ്രഭു. അടുത്തതായി ശ്രീ ഗോപകുമാറിനുള്ള പുരസ്കാരമാണ് മികച്ച പരിസ്ഥിതി സംരംഭകൻ എന്നുള്ള അവാർഡാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. പുരസ്കാരം സമ്മാനിക്കുവാനായി ശ്രീ KS പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുവാനായി ശ്രീ ഗോപകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രകൃതിയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വരും തലമുറയ്ക്ക് ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് പ്രകൃതിയെ സ്നേഹിക്കുക. കാരണം നമുക്ക് നാളെ കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യം നല്ലൊരു പ്രകൃതിയാണ്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം, നല്ല വായു, ഇതൊക്കെ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ തന്നെ അതിന് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ പ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും മണിയുടെ 50ാം പിറന്നാൾ
ദിവസവും അതേമാതിരി തന്നെ 2021 ന്യൂ ഇയർ എല്ലാവർക്കും 2021 ആശംസകളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി മികച്ച സീരിയൽ നടനുള്ള അവാർഡാണ്. അവാർഡ് സ്വീകരിക്കുവാനായി ശ്രീ യുവകൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനാണ് അവാർഡ് നൽകുന്നത്. അവാർഡ് സമർപ്പിക്കുവാൻ ശ്രീ KS പ്രസാദ് ഷമീർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് ലേറ്റായിട്ട് വന്നതിന്. ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് പുള്ളിക്കാരുടെ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു വരാനായിട്ട്. പണ്ടൊക്കെ പെട്ടെന്ന് വരുമായിരുന്നു. ഇപ്പൊ ലേറ്റ് ആയിട്ട് റീസൺ മുമ്പത്തിൽ തന്നെ പറയുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കലാപൻ മണിച്ചേട്ടന്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് കിട്ടിയതിന്. സ്നേഹിക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ 23rd ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ്. എന്തായാലും എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. പൂക്കാലം പരമായി എന്ന സീരിയലിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവാർഡ് നൽകുവാൻ ശ്രീ KS പ്രസാദ് സാർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. കാരണം ഷൂട്ട് എനിക്ക് എറണാകുളത്ത് നടക്കുമായിരുന്നു. അവർ വേഗം വിടാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഷോർട്സ് ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയതാണ്. സോറി ചോദിക്കുകയാണ് എല്ലായിടത്തും. പിന്നെ പൂക്കാലം വരവായി എന്ന സീരിയലിന്റെ മികച്ച നടിക്കുള്ള ഒരു അവാർഡ്, അത് കലാപൻ മണി സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ അതേപോലെ ഏട്ടൻ പറഞ്ഞ പോലെ 23-ാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വന്ന മികച്ച നടിക്കും മികച്ച നടനുമുള്ള അവാർഡ് സാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ശ്രീ റാംബോ സ്റ്റാൻലിക്കുള്ള അവാർഡ് സമർപ്പണമാണ്. കായിക രംഗത്തുള്ള അദ്ദേഹത്തിന്റെ സംഭാവന കണക്കിലെടുത്ത് അവാർഡ് സമർപ്പിക്കുവാനായി ശ്രീ ഉമ്മനിജാർ ആൻഡ് രാജി പ്ലീസ്. ബെസ്റ്റ് മോഡ് ഓഫ് ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് അവാർഡ് സമർപ്പിക്കുന്നത് ശ്രീമതി ഫ്രാൻഷി ആൻഡ് നാഷിദ്. അടുത്തത് കായിക രംഗത്തെ മികച്ച പെർഫോമൻസിനുള്ള അവാർഡാണ്. അവാർഡ് സ്വീകരിക്കുവാൻ ശ്രീ സാന്ദ്ര ശശിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവാർഡ് നൽകുവാനായി രാജി ആൻഡ് സ്മിത. ഒരുപാട് സന്തോഷമുണ്ട് ഈ അവസരത്തിൽ എല്ലാവരോടും മനുഷ്യരുടെ പേരിൽ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പ്രചോദനം തരികയും എന്റെ കൂടെ സഹായിക്കാൻ എല്ലാവരും സഹായിച്ച എല്ലാവർക്കും
ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കലാഭവൻ മണി സേവന സമിതിയോട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും പിന്നെ പ്രത്യേകിച്ച് ഇസ്മയിലിനോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തതായി മികച്ച മിമിക്രി അവതരണത്തിലുള്ള അവാർഡാണ്. അവാർഡ് സ്വീകരിക്കുവാനായി കുമാരി അഖിലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. To give away the award, we invite Rashi to the stage. ഇസ്മായിൽ സാറിന് ഒരു ബിഗ് താങ്ക്സ്. കാരണം ഇതെനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്. ഒരുപാട് കലോത്സവം സ്റ്റേജസിലൊക്കെ മിമിക്രി പെർഫോം ചെയ്തിട്ടുണ്ട്. കൊല്ലം സിറാജ് സാറൊക്കെ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ട്. സാറിൻ്റെയൊക്കെ മുന്നിൽ വെച്ചൊരു അവാർഡ് സ്വീകരിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മിമിക്രിയുടെ തന്നെ കുലപതികളിൽ ഒരാളായ കലാഭവൻ മണി സാറിന്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട്. എൻ്റെ പേര് അഖില. ഞാൻ ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവം എന്ന പരിപാടിയിലൂടെയാണ് കുറച്ചു പേരുടെയൊക്കെ പരിചിതമായി തുടങ്ങിയത്. പിന്നെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കുറച്ച് കൂടുതൽ പേർക്ക് പരിചയം ആസിഫ് അലി സാറിന്റെ വോയിസ് ചെയ്തെന്നുള്ളൊരു റെക്കഗ്നിഷനിലാണ്. അപ്പൊ ഞാനിവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു ഏത് ഡയലോഗ് പറയണമെന്ന്. അപ്പൊ കലാഭവൻ സേവന സമിതിയുടെ മെയിൻ അവരുടെ ഹെഡ് ഇരിക്കുന്നത് ആറ്റിങ്ങലാണ്. അപ്പൊ ഞാൻ എല്ലാ വേദികളിലും ആസിഫ് അലി സാറിന്റെ ആറ്റിങ്ങലാണോ വീടെന്നുള്ളൊരു ഡയലോഗാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആസിഫ് സാറിന്റെ ആ ഒരു ഡയലോഗ് കേൾക്കാം. ആറ്റിങ്ങലാണോ വീട്? അവര് ക്ലാസ് ഗ്രേഡിന് കുഴപ്പമില്ല തട്ടേത്. I told you we were in Bangalore as circus, a coffee and a coffee. No thanks. പിന്നെ ഇവിടെ വന്നപ്പോ കെട്ടിയോളാനിന്റെ മാലാഖി എന്നുള്ള ചിത്രത്തിൽ 2 അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് സിനോ മാമിനും പിന്നെ എന്റെ ഡയറക്ടർ നിസാം സാറിനും. അപ്പൊ ഞാൻ കോമഡി സ്റ്റാർസിൽ ഒരു സ്പോട്ട് അപ്പ് ചെയ്തിട്ടുണ്ട് ആസിഫ് അലി സാറിന്റെ കെട്ടിയോളാനിന്റെ മാലാഖിയുടെ ക്ലൈമാക്സ് സീനില്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സാറിനൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് കണ്ടു കോംപ്ലിമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കെട്ടിയോളാനിന്റെ മാലാഖിന്റെ ആസിഫ് സാർ. എനിക്ക് ഇഷ്ടമുള്ളത് വിശപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാ പറയുമ്പോൾ ഞാൻ ചെയ്തു. ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നാക്കിയൊരു മെക്സിയുടെ സന്തോഷത്തില്ല. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് മെക്സിക്കനെ കാണുന്നൊരു ഈശ്വരത. ഇതൊക്കെ ഒന്നും തുറന്ന് പറയാൻ പറ്റില്ലേ? അടുത്തായിട്ട് നമുക്ക് ഭാവന മാമിന്റെ വോയിസ് കേൾക്കാം. ഭാവന മാമിന്റെ ആസിഫിനെ പറ്റി എന്താണ് പറയുന്നത്? ആസിഫിനെ പറ്റി പറയുമ്പോൾ ആസിഫിനെ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുപാട് സിനിമയിൽ ഒപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചരിത്രത്തിൽ ഭാവനയ്ക്ക് ഇത് ഭക്ഷണം ഇഷ്ടമാണോ ചോദിച്ചാ ഞാൻ പറയുന്നത് മനസ്സിന് ചാളക്കൂട്ടാനുമാണെന്ന്. അത് വേണ്ടി സെറ്റ് വരുമ്പോ അങ്ങോട്ട് തരാറുണ്ട്. അടുത്തായിട്ട് എല്ലാവരുടെയും സുപരിചിതയായ ആങ്കർ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസ് എന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഷോയുടെ ഇൻട്രോ എന്ന് പറഞ്ഞിരിക്കട്ടെ. നിങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തിരിക്കട്ടെ. നെക്സ്റ്റ് എനിക്ക് കമന്റ്സ് ഇടാൻ തോന്നും. നെക്സ്റ്റ് സെക്കൻഡ് തുടങ്ങും ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ. രഞ്ജിനി ഹരിദാസ് അങ്ങനെ ചെയ്തു. രഞ്ജിനി ഹരിദാസ് ഈ ഷോയിൽ ഇങ്ങനെ ക്ഷമ പറഞ്ഞോ ആളോട് നിങ്ങൾ പറയാൻ പറ്റും. അതിപ്പോ നമ്മളൊരു സെൻസിൽ എടുക്കുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സോ ഒന്നും നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇപ്പൊ ഞാൻ ഫോളോ ചെയ്തത്. ഇപ്പൊ ലൈഫിൽ എല്ലാവർക്കും ഓരോരോ സ്ട്രഗിൾസ് ഉണ്ടാവും. നമ്മൾ ആ ഒരു രീതിയിൽ കാണണം. അല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന നമ്മൾ അത് മാത്രം സമയം ഉണ്ടാവും. സോ ഉള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇനി നമുക്ക് വിനയ് കോട്ട് സാറിനെ വിളിക്കാം. ചേച്ചിക്ക് ഓടാൻ പറ്റും. വെളുപ്പിനെ 4 കിലോമീറ്റർ ഉണ്ടാവും. ഇന്ന് 14 ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ്. അപ്പൊ ജോർജ് ഒന്ന് സഹായിക്കും. ജോർജ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറച്ച് പൊക്കി പറഞ്ഞു. വിമൽ സാർ നല്ല മനസ്സാണ്. വിമൽ സാറിന്റെ കൈ കൂടെ പൈസ കിട്ടുന്നു. വിമൽ സാർ നന്നായി ഓടും, ചാടും, നന്നായി പാട്ട് പാടും.
ഡാൻസ് പറയുന്നത് ഡാൻസ് വെറുതെ വിട്ടുപോയല്ലോ. വിമൽ സാർ തമിഴ്നാട് കുറച്ച് സ്ഥലം വിടുന്നു പറയല്ലോ അല്ലേ? ഇനി നമുക്കൊരു ബീറ്റ് ബോക്സിംഗ് കേൾക്കാം. ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത് പെർക്കഷൻ ആണ്. നമ്മുടെ ലിപ് ടങ് ത്രോട്ട് ഉപയോഗിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വോയിസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ് ബീറ്റ് ബോക്സിംഗ്. അപ്പൊ അതെന്താണെന്ന് ചെയ്തുതരാം. ഇനി നമ്മുടെ ഒരു ചിക്കൻ ഡീജ നമുക്ക് കേൾക്കാം ബീറ്റ് ബോക്സിലൂടെ. ഇനി നമുക്ക് നമ്മുടെ ആടൊരു ഭീകരിച്ചിരിക്കാന്നുള്ള ചിത്രത്തിലെ നമ്മുടെ സർപ്പത്ത് ഷമീർ ഒരു ബീജം ഉണ്ട്. അതിലെ കഥാപാത്രത്തിന്റെ പേര് സർപ്പത്ത് ഷമീർ എന്നാണ്. സർപ്പത്ത് ഷമീർ വരുന്ന ഒരു ബീജം ഉണ്ട്. നമുക്ക് ബീറ്റ് ബോക്സ് നമുക്ക് കേൾക്കാം. ഈ ഒരു അവസരത്തിൽ എന്നെ ഈ അവാർഡിലേക്ക് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും അവാർഡ് കമ്മിറ്റിക്കും പിന്നെ എന്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും പിന്നെ കോമഡി ഉത്സവത്തിന്റെ ഡയറക്ടർ മിദ്രാജ് സാറിനും ഗ്രൂമർ സതീഷ് സാറിനും ശിവ് സാറിനും എന്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു അഖില. സ്റ്റേജിൽ നല്ല ലൈവായില്ലേ? Thank you. Thanks for watching Spot News Kerala. Kindly like, share and support this channel.